Hello students, welcome to my new lecture. Today let us discuss the driving force of the tides. Coming to the first slide. Apparent field is shown in the figure. ഇനി നമ്മൾ ഈ കൺസിഡർ ചെയ്ത 4 പോയിന്റിലെ അപ്പാരന്റ് ഫീൽഡ് എന്താണെന്ന് നോക്കാം. അപ്പാരന്റ് ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ഫീൽഡ് മൈനസ് ദ ഫീൽഡ് ഡ്യൂ ടു ദ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ്. അപ്പോൾ ഭൂമി സൂര്യനിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഭൂമിയിലെ രണ്ടാമത്തെ ഒരു പാർട്ടിക്കിളിനുണ്ടാകുന്ന ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെയാണ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജി എ ഡാഷ് ആൻഡ് ജി സി ഡാഷ്, എയും സിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റ് സങ്കല്പിക്കാം. അവിടെ നമുക്കറിയാം ആ എയിലിരിക്കുന്ന മാസ്, സ്മോൾ എം മാസിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ്, അതേസമയം സി ആണെങ്കിൽ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. അപ്പോൾ ജി എ എടുക്കുകയാണെങ്കിൽ ജി എം ബൈ ആർ എസ് മൈനസ് ആർ സി ദ ഹോൾ സ്ക്വയർ, അതായത് ആർ ഇ, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പോൾ the gravitation, the distance is actually you have to subtract the distance from the center to the radius. കാരണം എ മുതൽ സണ്ണിന്റെ സെന്ററിലേക്കുള്ള ദൂരം എടുത്താൽ മതി. അപ്പോൾ ആർ എസ് എന്ന് പറയുന്നത് സണ്ണിന്റെ സെന്റർ മുതൽ ഭൂമിയുടെ സെന്റർ വരെയുള്ള ദൂരമായിരുന്നു. അതിൽ നിന്നും റേഡിയസ് ഓഫ് ദ എർത്ത് സബ്ട്രാക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ജി എയുടെ ഇക്വേഷൻ ജി ക്യാപിറ്റൽ എം ബൈ ആർ എസ് മൈനസ് ആർ ഇ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയത്. ജി എ ഇസ് പാരലൽ ടു ജി സീറോ. അപ്പോൾ സെന്റർ, ഭൂമിയുടെ സെന്ററിലുള്ള ജി സീറോയുടെ ഡയറക്ഷനും ജി എയുടെ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ അപ്പാരന്റ് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ജി എ ഡാഷ് ഇസ് ഈക്വൽ ടു ജി എ മൈനസ് ജി സീറോ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി എ മൈനസ് ജി സീറോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ജി എ ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ എസ് മൈനസ് ആർ ഇ ദ ഹോൾ സ്ക്വയർ മൈനസ് ജി എം ബൈ ആർ എസ് സ്ക്വയർ. അതിൽ നിന്നും ജി എം ബൈ ആർ എസ് സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ജി എം ബൈ ആർ എസ് സ്ക്വയർ ഇൻറ്റു 1 by 1 minus RE by RS the whole square minus 1. അതിൽ നിന്നും നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച്, ബിക്കോസ് RS is very large compared to RE, കാരണം radius of the earth is smaller compared to the radius of the sun, distance of the sun from the center of the earth. അപ്പോൾ ഈ ആർ എസ് ബൈ ആർ ഇയുടെ വാല്യൂ അറൌണ്ട് 10 raised to minus 5 ഓർഡറിലാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വെരി വെരി സ്മോൾ ദാൻ 1. സോ വി ക്യാൻ യൂസ് ബൈനോമിയൽ എക്സ്പാൻഷൻ. 1 minus x raised to minus n is 1 plus nx. ആ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് 1 plus 2 RE by RS plus etc minus 1, ആ 1 ക്യാൻസൽ ആയി പോകും. അവസാനം 2 GO RE by RS എന്ന് കിട്ടും. ഹയർ ഓർഡർ ടേംസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. കമ്മിങ് ടു ദ നെക്സ്റ്റ്, the analysis at C is similar except that the distance to the sun is RS plus RE, that we know because എല്ലാം സെയിം ആണ്. സിയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാം സെയിം ആണ്, ബട്ട് ആർ എസ് പ്ലസ് ആർ ഇ എന്ന് ഉപയോഗിക്കണം, ആർ എസ് മൈനസ് ആർ ഇക്ക് പകരം. അങ്ങനെയാണെങ്കിൽ ജി സിയുടെ വാല്യൂ ജി സി ഡാഷ് നമുക്ക് കിട്ടും മൈനസ് 2 ജി സീറോ ആർ ഇ ബൈ ആർ എസ്. അപ്പോൾ ജി എ ഡാഷും ജി സി ഡാഷും എന്താണ്? പോയിന്റ് റേഡിയലി ഔട്ട് ഫ്രം ദ എർത്ത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഭൂമിയിൽ നിന്നും ഔട്ട്വേർഡ്സ്, റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. അതേപോലെ ജി ബി ഡാഷും ജി ഡി ഡാഷും കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിയും ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ അപ്പാരന്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും സൂര്യനിൽ നിന്നും സെയിം ദൂരത്തിലാണ്. അപ്പോൾ ജി ബി ഈസ് നോട്ട് പാരലൽ ടു ജി സീറോ, ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് ആൽഫ. അപ്പോൾ ആൽഫ ആണ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫീൽഡ് അറ്റ് ബി ആൻഡ് സെന്റർ. അപ്പോൾ ജി ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ വാല്യൂ, ആൽഫയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ടും വീണ്ടും നമ്മൾ എന്ത് ജി ബി ഡാഷ് ഈസ് ഈക്വൽ ടു ജി സീറോ ആൽഫ എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. കമ്മിങ് ടു ദിസ്, ബൈ സിമെട്രി ജി ഡി ഡാഷ് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ജി ബി ഡാഷ് ആൻഡ് ബോത്ത് ജി ബി ഡാഷ് ആൻഡ് ജി ഡി ഡാഷ് പോയിന്റ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ വെർട്ടിക്കലിലുള്ള രണ്ട് പോയിന്റുകളുടെ ഫീൽഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റും ആണ്. മാത്രം ബട്ട് ജി ബി ഡാഷ് ആൻഡ് ജി ഡി ഡാഷ് പോയിന്റ് ടുവേർഡ് ദ സെന്റർ ഓഫ് ദ എർത്ത്. രണ്ടുപേരും സെന്റർ ഓഫ് എർത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലും താഴെയുള്ള ടോപ്പ് ആൻഡ് ബോട്ടം പോയിന്റ്സിലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് ഭൂമിയുടെ സെന്ററിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതേസമയത്ത് ലെഫ്റ്റ് റൈറ്റിലുള്ള ഹൊറിസോണ്ടലുള്ള രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ ദിസ് ഡയഗ്രാം, യു ക്യാൻ സീ ദ ഡയഗ്രാം ഇൻ ദ third diagram. You can see
the lines which represent the direction of the gravitational field at different points on the surface of the earth. അപ്പോൾ നമുക്ക് നോക്കാം, എയും സിയും പോലെയുള്ള ഹൊറിസോണ്ടൽ പോയിന്റുകളിലുള്ള ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓഷ്യൻസിനെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് ദ ടെൻസ് ടു ലിഫ്റ്റ് ദ വാട്ടർ ഇൻ ദ ഓഷ്യൻസ് അപ്വേർഡ് ഡ്യൂ ടു ദ at the points A and C. If the earth were uniformly covered with water, the tangential force components would cause the two tidal bulges to sweep around the globe with the sun. അതായത് ഈ ഭൂമി യഥാർത്ഥത്തിൽ മുഴുവനും വെള്ളം കൊണ്ട് കവർ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഫോഴ്സുകളുടെ ടാൻജൻഷ്യൽ കമ്പണന്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവനും ഈ ഭൂമിയെ സ്വീപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയും ഭൂമിയുടെ സൂര്യൻ്റെ അതേ around the globe due to the sun. The picture actually explains twice daily ebb and flood of the tides, but the actual motions depend in a complicated way. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളിവിടെ കാണുന്നത് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ അനാലിസിസ്. യഥാർത്ഥത്തിൽ ടൈഡ്സ് ഉണ്ടാകുന്നതിൻ്റെ അനാലിസിസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ബട്ട് ഇൻ ആക്ച്വൽ കേസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റൊട്ടേഷൻ ഓഫ് ദ ഭൂമിയുടെ റൊട്ടേഷനെയും അതുപോലെ തന്നെ ലോക്കൽ ടോപ്പോഗ്രാഫിയെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ടൈഡ്സ് ഉണ്ടാവുന്നത്. സോ വിത്ത് ദിസ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. താങ്ക് യു.